കേരളത്തിൽ മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ സമീപിച്ച LDFന് പറ്റിയത് ഒറ്റ കാര്യം. പിണറായി വിജയനെ തന്നെ വീണ്ടും നേതാവാക്കി ഈ സംവിധാനത്തിൻ്റെ മുതലാളിയാക്കി മാറ്റി എന്നുള്ളതാണ്. സത്യത്തിൽ കേരളത്തിൽ അതിശക്തമായ പിണറായി വിരുദ്ധത, പിണറായി വികാരം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ MLA-മാർക്ക് അങ്ങനെ എതിർവികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെ മാറ്റി യുവാക്കളെ എങ്ങാനും രംഗത്ത് നിർത്തിയിരുന്നുവെങ്കിൽ LDF മെച്ചപ്പെട്ടേനെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതായത് ഭരണത്തുടർച്ച ആഗ്രഹിക്കുമ്പോഴും പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിനെയും പാർട്ടിയിലെ തലമുറ മാറ്റത്തിൻ്റെ അഭാവവുമാണ് LDFൻ്റെ തോൽവിയിലേക്ക് നയിക്കാൻ പോകുന്നത്. അതായത് സെബിൻ ജേക്കബ് എന്നൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ ഒരു ദശാബ്ദം എന്നത് വലിയ കാലയളവാണ്. ശരീരം കുനിഞ്ഞു തുടങ്ങിയ ഒരു വൃദ്ധനേക്കാൾ യുവത്വമുള്ള ഊർജ്ജസ്വലരായ നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കളി മാറിയേനെ. VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് സംഭവിച്ചതുപോലെ പ്രായം തളർത്തിയ നേതാവിന് പകരം മറ്റുള്ളവർ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരവസ്ഥ വരുന്നത് ഗുണകരമല്ല എന്ന് ജനങ്ങളിവിടെ ചിന്തിച്ചിരിക്കുന്നു. തൊട്ടതും പിടിച്ചതിലുമെല്ലാം അഴിമതി, അതാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അദ്ദേഹം ഉൾപ്പെട്ട ഒട്ടനവധി അഴിമതി കേസുകൾ നമുക്കറിയാം. അതിനപ്പുറം മകനും മകളുമെല്ലാം പ്രതിയാകുന്നു. വലിയ വലിയ കേസുകളിൽ ED ഇവിടേക്ക് ഓടിയെത്തുന്നു. ഇതെല്ലാം ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്, കണ്ടിട്ടില്ലാത്തതാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഭരണത്തിൽ എല്ലാവർക്കും അഴിമതി നടത്താനുള്ള പ്രേരണ ഉണ്ടായി. രക്തസാക്ഷി ഫണ്ടുകൾ വരെ തട്ടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വികാരമാണ് LDFനെ തകർത്ത് കളഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ ഉറപ്പാക്കുന്നത്. അവിടെയാണ് ഒരു മാറ്റമുണ്ടായിരുന്നുവെങ്കിൽ LDF മെച്ചപ്പെടുമായിരുന്നു എന്നൊരു അഭിപ്രായം വന്നിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നേട്ടം പറഞ്ഞു മാത്രം അതിലൂന്നിയുള്ള പ്രചരണ ബോർഡുകൾ വലിയ തിരിച്ചടിയാകും എന്നുള്ളതിൽ സംശയമില്ല. അതിന് ചെലവിട്ട പണം സാധാരണക്കാരൻ്റെ നികുതി പണമാണെന്ന് കേരളം പറഞ്ഞു നടക്കുന്നു. P. രാജീവ്, KN ബാലഗോപാലൻ അല്ലെങ്കിൽ KK ശൈലജ തുടങ്ങിയവരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി തിളക്കത്തോടെ വോട്ട് ചോദിക്കാമായിരുന്നു. അതിനു പകരം അധികാരം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് കേരളം തള്ളിക്കളഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇപ്പോൾ നടന്നത്. സത്യത്തിൽ പിണറായി വിജയനെ മടുത്തുപോയ കേരളത്തിൽ അദ്ദേഹത്തെ തന്നെ വീണ്ടും വീണ്ടും ഉയർത്തിക്കാട്ടിയത് വിഡ്ഢിത്തമാണ് എന്നിരിക്കെ ഈ തോൽവി LDF ചോദിച്ചു വാങ്ങിയത് എന്ന് തന്നെ പറയാം.